Dear children, good morning all. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കോമൺ സൈസ് മെത്തേഡ് എന്ന് പറയുന്ന ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുന്നു. അതിൽ തന്നെ ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കോമൺ സൈസിലേക്ക് എങ്ങനെയാണ് അനലൈസ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് another name is profit or loss account. Okay, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ്, അതായത് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇതിനകത്ത് സെയിൽസ് ദെൻ നെറ്റ് സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യണം. നെറ്റ് സെയിൽസ് എങ്ങനെയാണ് നെറ്റ് സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. സോ നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ദെൻ നെറ്റ് സെയിൽസിനെ 100 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. നെറ്റ് സെയിൽസിനെ 100 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഒരു നെറ്റ് സെയിൽസിനെ 100 ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് റിമൈനിങ് ഉണ്ടാകുന്ന ഓൾ എക്സ്പെൻസസ്, ഇപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസസ്, ദെൻ അതർ എക്സ്പെൻസസ്, ദെൻ ഇൻകം ടാക്സ് എക്സെട്ര. അതായത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ഫേമിന്റെ പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ്, അതുപോലെ നെറ്റ് പ്രോഫിറ്റ്, ദെൻ ടാക്സ്, സെല്ലിംഗ് എക്സ്പെൻസസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, എനിവേ ഇത് ഏത് തരത്തിലുള്ള എക്സ്പെൻസ് ആയിരുന്നാലും ഇൻകം ആയിരുന്നാലും നമ്മൾ കോമൺ സൈസിലേക്ക് ഈ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിലേക്ക് ചേഞ്ചസ് വരുത്തുന്ന സമയം നെറ്റ് സെയിൽസിനെ ബേസ് ആയിട്ട് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്ത് പോവുക. നെറ്റ് സെയിൽസിനെ, നോട്ട് സെയിൽസ്, നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ദെൻ ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ക്ലിയർ ആണല്ലോ? ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ഓക്കെ, അപ്പൊ അത് കിട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നെറ്റ് സെയിൽസ് കിട്ടുന്നു. നെറ്റ് സെയിൽസ്. ഓക്കെ, ദെൻ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ചില സമയങ്ങളിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അഗ്രിഗേറ്റ് എമൗണ്ട് ക്വസ്റ്റ്യൻ തരാറുണ്ട്. ചില കേസുകളിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അഗ്രിഗേറ്റ് എമൗണ്ട് തരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫൈൻഡ് ചെയ്യണം. Then how to calculate cost of goods sold? Cost of goods sold is equal to opening stock plus purchases plus direct expenses minus closing stock. ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല. അപ്പൊ ചില ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അഗ്രിഗേറ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദെൻ അത്തരം സന്ദർഭങ്ങളിൽ, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അഗ്രിഗേറ്റ് വാല്യൂ തരാത്ത സന്ദർഭമാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫൈൻഡ് ചെയ്യണം. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിഡക്ട് ചെയ്യാൻ വേണ്ടത്. അപ്പൊ നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ നെറ്റ് സെയിൽസ് then minus cost of goods sold will get gross profit. ഇനി നമ്മൾ കോമൺ സൈസിലേക്ക് മാറ്റുന്ന സമയം ഇതിനൊക്കെ എന്തുണ്ടായിരിക്കും? പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഈ നെറ്റ് സെയിൽസിന്റെ പെർസെൻറ്റേജ് എന്താണ്? നെറ്റ് സെയിൽസിന്റെ എമൗണ്ട് കോളത്തില് നെറ്റ് സെയിൽസിന് പൂർണ്ണമായിട്ടും എമൗണ്ട് എഴുതി കൊടുക്കും. അതിന്റെ ഫുൾ എമൗണ്ടും എഴുതി കൊടുക്കും. നെറ്റ് സെയിൽസ് എങ്ങനെ കിട്ടിയത്? ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. അപ്പോൾ നെറ്റ് സെയിൽസിന്റെ എമൗണ്ട് കോളത്തിൽ എഴുതി കൊടുക്കുന്നു.
എന്നിട്ട് എഴുതുന്നു 100 ആണ് ഇതിന്റെ പെർസെൻറ്റേജ്. അപ്പൊ പെർസെൻറ്റേജ് കോളത്തിൽ നമ്മൾ എത്രയാണ് എഴുതുന്നത്? 100 ആണ് ടീച്ച് ചെയ്ത് പോവാം. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ പെർസെൻറ്റേജ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എമൗണ്ട് കോളം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ സെയിൽസിന്റെ എമൗണ്ട് എഴുതി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ എമൗണ്ട് എഴുതി, നെറ്റ് സെയിൽസിന്റെ പെർസെൻറ്റേജ് 100 ആണ്. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ആ പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് വെയിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ആ ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് ഇവിടെ എഴുതുന്നു. ഇനി ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ദെൻ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് സെയിൽസ് റിട്ടേൺ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ സെയിൽസ് റിട്ടേൺ കൺസിഡർ ചെയ്യാതെ ഗ്രോസ് സെയിൽസിനെ നെറ്റ് സെയിൽസ് ആയി ട്രീറ്റ് ചെയ്ത് പോയാലാണ് ഫുൾ പണി കിട്ടാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? എല്ലായ്പ്പോഴും സെയിൽസ് റിട്ടേൺ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നെങ്കിൽ നിർബന്ധമായും ഗ്രോസ് സെയിൽസ് എന്നുള്ളത് ഡിഡക്ട് ചെയ്യുക. നെറ്റ് സെയിൽസിന്റെ മേലെയാണ് ഈ ട്രീറ്റ്മെന്റ് എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇനി എന്താ ചെയ്യാനുള്ളത്? അതർ എക്സ്പെൻസസ്, ദാറ്റ് മീൻസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയും. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഏതൊക്കെയാ? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചറും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻഡിച്ചറും. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യണം. അപ്പൊ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിലെ നമ്പർ 1 അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ നമ്മൾ ഇവിടെ റൈറ്റ് ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിന്റെ എമൗണ്ട് ട്രീറ്റ് ചെയ്യുന്നു, എമൗണ്ട് കൊടുക്കും. ദെൻ ഇതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഡിനോമിനേറ്റർ എല്ലാം ഇപ്പോഴും എന്താണ്? സെയിൽസ് ആണ്. ഈവൻ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പൊ എന്തായി? ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിന്റെ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് പാർട്ട് ഏതാണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എമൗണ്ട് ഈ കോളത്തിൽ എഴുതി കൊടുക്കുന്നു. അതിന്റെ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെൻസ് കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിൽ നിന്ന് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഓക്കെ, അപ്പൊ ടാക്സ് അടക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ്. ഇനി എന്ത് ചെയ്യാനുണ്ട്? ഇതിൽ നിന്നും അതർ എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യണം. അതുപോലെ തന്നെ അതർ ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എക്സ്പെൻസസ്, അതർ എക്സ്പെൻസസ് വരികയാണെങ്കിൽ ആ അതർ എക്സ്പെൻസസ്, ഇപ്പൊ ഇവന്റ് ഐറ്റം പറയുകയാണെങ്കിൽ ആ ഐറ്റത്തിന്റെ പേര് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അതിന്റെ എമൗണ്ട് എഴുതുന്നു. ദെൻ അതിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എന്താ പെർസെൻറ്റേജ് ഉണ്ടാവുക? ദെൻ അതർ എക്സ്പെൻസസ്, അതർ എക്സ്പെൻസ് മീൻസ് ഏതാണോ ഐറ്റം തരുന്നത് അതർ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. എല്ലാം ഇപ്പോഴും പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എന്തായിരിക്കും? നെറ്റ് സെയിൽസ് ആയിരിക്കും. ഓക്കെ, ദെൻ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പൊ അതിന്റെ പെർസെൻറ്റേജും കിട്ടും. ദെൻ ടാക്സേഷൻ ഉണ്ടായിരിക്കും, ടാക്സ്. അപ്പൊ ടാക്സിന്റെ എമൗണ്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്നു. ദെൻ ടാക്സിന്റെ പെർസെൻറ്റേജും കാണണം. എങ്ങനെ കണ്ടുപിടിക്കും? ടാക്സ്, പ്രൊവിഷൻ ഫോർ ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പൊ ടാക്സും കൂടി ഡിഡക്ട് ചെയ്യുന്നു, അതിന്റെ പെർസെൻറ്റേജ് റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, എല്ലാത്തിന്റെയും പെർസെൻറ്റേജ് റൈറ്റ് ചെയ്തു. അപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസസും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഡിഡക്ട് ചെയ്യുന്നു, അതർ എക്സ്പെൻസസ് ഡിഡക്ട് ചെയ്യുന്നു, അതർ ഇൻകംസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നു, ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സും ഡിഡക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ആഫ്റ്റർ ടാക്സ്. ഇതിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക? അത് ഡിഡക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ആ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യും. സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ഇതിന്റെ പെർസെൻറ്റേജ് നമുക്ക് കിട്ടി. ഇതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കോമൺ സൈസിലെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. That means first of all, to find out net sales. How to calculate net sales?
gross sales minus sales return. They will get net sales. Then deduct cost of goods sold. അതിൽ നിന്നും cost of goods sold deduct ചെയ്യണം. Aggregate amount തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് deduct ചെയ്ത് കാണിക്കാം. Otherwise, opening stock plus purchases plus direct expenses minus closing stock. They will get cost of goods sold. Then net sales minus cost of goods sold, we will get gross profit. Then gross profit minus operating expenses such as administrative expenses, selling and distribution expenses. ഇതിനൊക്കെ എന്ത് ചെയ്യണം? പെർസെൻറ്റേജ് കാൽക്കുലേറ്റ്. എല്ലായ്പ്പോഴും പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ നെറ്റ് സെയിൽസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറിയിൽ പെർസെൻറ്റേജ് എത്രയായിരിക്കും? 100 ആയിട്ടാണ് ട്രീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ സെയിൽസിന്റെ പെർസെൻറ്റേജ്, നെറ്റ് സെയിൽസിന്റെ പെർസെൻറ്റേജ് 100 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ട് എന്താണ്? ഇതിന്റെ മുമ്പ് എഴുതാനുള്ള ലൈൻ എന്താ? സെയിൽസ്, ഗ്രോസ് സെയിൽസ് മൈനസ്. അപ്പോൾ ഇവിടെ ഗ്രോസ് സെയിൽസിന്റെ വാല്യൂ ഉണ്ടാവും, ഗ്രോസ് സെയിൽസ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവില്ല? ഗ്രോസ് സെയിൽസിന്റെ എമൗണ്ട് കാണിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ എന്തില്ല? പെർസെൻറ്റേജ് ഇല്ല. ദെൻ സെയിൽസ് റിട്ടേൺ, സെയിൽസ് റിട്ടേണിന്റെ എമൗണ്ട് കാണിച്ചിട്ടുണ്ടാവും, അതുപോലെ എന്തുണ്ടാവില്ല? പെർസെൻറ്റേജ് ഉണ്ടാവില്ല. നെറ്റ് സെയിൽസ് മുഖാന്തരമാണ് പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നെറ്റ് സെയിൽസ് 100 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇസ് ക്ലിയർ? ഇനി നമുക്ക് ഇതുപോലുള്ള, അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രമാത്രം ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് പോകാം. അതൊരു ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയ അഡ്മിനിസ്ട്രേറ്റീവ്, സെല്ലിംഗ് എക്സ്പെൻസസും അതുപോലെ അതർ എക്സ്പെൻസസും ടാക്സും ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ആഫ്റ്റർ ടാക്സിലെ പ്രോഫിറ്റ് കിട്ടും. അതുവരേക്കും എന്ത് ചെയ്യുന്നു? പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതായത് ഏതിൻ്റെ പെർസെൻറ്റേജ് ആണോ കാണുന്നത് അതിനെ ട്രീറ്റ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ദെൻ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ദെൻ കമ്പ്യൂട്ട് common size profit and loss account or income statement. Sales rupees 10,50,000, sales inward 50,000, cost of goods sold 7,50,000, administrative expenses rupees 60,000, selling expenses 40,000, interest on loan 10,000, income tax 15,000. Okay, നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഹെഡിങ് കൊടുക്കുക കോമൺ സൈസ് income statement. Common size income statement. Percentage column, then amount column and particulars. ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ. 3 കോളം. ഫസ്റ്റ് കോളം ഫോർ particulars, then amount, percentage. എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് നമുക്കറിയാം. കാരണം ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ അഥവാ സെയിൽസ് ഇൻവേർഡ് ഡിഡക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് കിട്ടും. ആ നെറ്റ് സെയിൽസിനെ ഡിനോമിനേറ്റർ ആയിക്കൊണ്ട് എല്ലാ എക്സ്പെൻസിന്റെയും പെർസെൻറ്റേജ് റൈറ്റ് ചെയ്ത് പോകണം. ഓക്കെ, then first one sales, that means gross sales. Sales, how much? 10,50,000. 10,50,000. Percentage എന്താ? പെർസെൻറ്റേജ് ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല, കാരണം നെറ്റ് സെയിൽസ് ബേസ് ചെയ്തിട്ടാണ് പെർസെൻറ്റേജ് റൈറ്റ് ചെയ്ത് പോവാം. ദെൻ ലെസ് സെയിൽസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുന്നു, അഥവാ സെയിൽസ് ഇൻവേർഡ് rupees 50,000. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് സെയിൽസ് കിട്ടി. നെറ്റ് സെയിൽസ്, ഹൗ മച്ച് നെറ്റ് സെയിൽസ്? 10 lakh. നമ്മളിവിടെ റൈറ്റ് ചെയ്യുന്നു നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് 10 lakh. ഇവിടെ മുതലാണ് എന്ത് ചെയ്യുന്നത്? പെർസെൻറ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര പെർസെൻറ്റേജ്? നെറ്റ് സെയിൽസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നെറ്റ് സെയിൽസിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോസസ് എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇതിൽ നിന്നും
ഡിഡക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അഗ്രിഗേറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന ഐറ്റം തരുന്നതിന് പകരം മേ ബി എക്സാമിന് ചോദിക്കുന്ന സമയം ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഈ പറഞ്ഞ ഇവന്റ് ഒക്കെ തരും. അത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആ ഒരു രീതിയിൽ അതിനെ ഫൈൻഡ് ചെയ്തെടുക്കണം. ഇവിടെ അഗ്രിഗേറ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്. സോ നമ്മൾ അത് റൈറ്റ് ചെയ്യുന്നു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ദെൻ ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, then how much, 7,50,000. 7,50,000. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 7,50,000 ആണ്. അത് നെറ്റ് സെയിൽസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഡക്ട് ചെയ്യാണ്. അപ്പൊ അത് ഡിഡക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. കേട്ടെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കണ്ടുപിടിക്കും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എത്ര എമൗണ്ട്, 7,50,000 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് 10 lakh ഇൻറ്റു 100 വിൽ ഗെറ്റ് 75%. ഓക്കെ, 75%. അതായത് 100 വെട്ടിപ്പോയി, ദെൻ 4 ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും വെട്ടിപ്പോയി, then remaining 75. ഓക്കെ, അപ്പോൾ 75% ആണ് എന്ത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ പെർസെന്റേജ്. ഇനി ഇത് ഡിഡക്ട് ചെയ്യുന്നു, ഏത്, 10 lakh നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്ട് ചെയ്തു, then remaining 2,50,000. that are called gross profit. gross profit. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് 2,50,000 കിട്ടും. ഇനി ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് പിടിക്കുക, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് എത്ര, 2,50,000. നെറ്റ് സെയിൽസ് 10 lakh ഇൻറ്റു 100, then 25%. Now no difference, 100 minus 75 will get 25. ഓക്കെ, നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിന്റെ പെർസെന്റേജും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്യണം. ഓക്കെ, ദെൻ ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ്. സോ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് മൈനസ് ചെയ്യണം. എത്രയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, 60,000 ഡിഡക്ട് ചെയ്യുന്നു. ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, സെല്ലിംഗ് എക്സ്പെൻസസ് how much, 40,000. ഇതിനൊക്കെ പെർസെന്റേജ് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് കാണണം. That means 60,000 divided by net sales into 100. എത്ര പെർസെന്റേജ് ഉണ്ടാവും, 6%. Okay, 6%. Then 40,000 divided by 10 lakh into 100. എത്ര പെർസെന്റേജ് ഉണ്ടായിരിക്കുക, 4%. Okay, അപ്പോൾ ടോട്ടൽ എത്രയായി, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 1 lakh. 1 lakh rupees. ഓക്കെ, ഈ 1 lakh rupees എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടിയത്, ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഡിഡക്ട് ചെയ്യും. അപ്പൊ അതിന്റെ ടോട്ടൽ 1 lakh ആണ് ഉണ്ടാവുക. അപ്പൊ 2,50,000 മൈനസ് 1 lakh will get 1,50,000. ഓക്കെ, 25 നിന്ന് എന്ത് ചെയ്യുന്നു, 10 ഡിഡക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും, 15 കിട്ടും. ഇതാണ് പെർസെന്റേജ് ഇവിടെയും കിട്ടിയിട്ടുണ്ടാവുക. ദാറ്റ് മീൻസ് 1,50,000 divided by 10 lakh into 100, 15%. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യണം, other expenses ഡിഡക്ട് ചെയ്യണം. Then less other expenses. Which one other expenses? Interest on loan
ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഹൗ മച്ച്? 10,000. 10,000 നിന്നും ഡിഡക്ട് ചെയ്യണം. അപ്പൊ ഈ 10,000ന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? 10,000 ഡിവൈഡഡ് ബൈ 10 lakh into 100. എത്ര പെർസെന്റേജ് ഉണ്ടാവും? 1%. ദെൻ ഡിഡക്ട് ചെയ്യുന്നു. ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1,40,000. 1,40,000ന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കണ്ടുപിടിക്കും? 1,40,000 ഡിവൈഡഡ് ബൈ 10 lakh into 100. എത്ര പെർസെന്റേജ് വരും? 14% വരും. 14. ഇതാണല്ലോ അവിടെ കിട്ടിയത്. 15 minus 1, 14. Okay. Then next one, income tax. അപ്പോൾ ഇൻകം ടാക്സും കൂടി ഡിഡക്ട് ചെയ്യണം. ലെസ് ടാക്സ്. എത്ര? ഹൗ മച്ച്? 15,000. 15. ഓക്കെ, 15,000. ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നു. അപ്പോൾ 15,000 ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5, 3, then 2, 1,25,000. ഓക്കെ, അപ്പോൾ 15,000ന്റെ പെർസെന്റേജ് കാണണം. എത്ര ഉണ്ടായിരിക്കും? 15,000ന്റെ 1.5. ഓക്കെ, ദെൻ 1.5 നിന്ന് ഡിഡക്ട് ചെയ്യണം. 1,25,000ന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1,25,000 ഡിവൈഡഡ് ബൈ 10 lakh into 100. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 12.5. 12.5. Then here the heading, profit after tax. Profit after tax. Profit after tax. Clear അല്ലേ? 1,25,000 ഇതിന്റെ പെർസെന്റേജ് 12.5%. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോമൺ സൈറ്റ്സ് ബാലൻസ് ഷീറ്റ് ആയിരുന്നാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരുന്നാലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ള അതിന്റെ പ്രൊസീജിയർ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് നോക്കുക. You will get full marks.